ഖുർആൻ സമൂഹത്തെ ഉപദേശിക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യണം. കടം വാങ്ങിയ വ്യക്തി തരാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. പലിശ, പണം കൊടുത്ത് പണത്തിൽ നിന്ന് ലാഭം ഉപയോഗപ്പെടുത്തരുത്. വ്യഭിചരിക്കരുത്. മറ്റൊരുത്തൻ്റെ മുതൽ ആഗ്രഹിക്കരുത്. മറ്റൊരുത്തൻ്റെ മുതൽ അപഹരിക്കരുത്. അങ്ങനെ കോടാനകോടിക്കണക്കിന് ഉപദേശങ്ങൾ സമൂഹത്തിന്, മനുഷ്യന് വേണ്ടിയാണ് ഖുർആൻ സൃഷ്ടിച്ചത്. മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഖുർആനെ സൃഷ്ടിച്ചത്. അങ്ങനെ മനുഷ്യനെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഖുർആനിൽ മനുഷ്യന് ഉപകാരപ്പെടുന്നത് വല്ലതുമുണ്ടോ എന്ന് മൈത്രേയൻ ചോദിച്ചെങ്കിൽ അത് അദ്ദേഹത്തിന് അറിവില്ല എന്നുള്ള കാര്യം, സ്വയം അറിയാൻ കഴിവില്ലാത്തതിൻ്റെ അറിവുകേടായിട്ടേ കാണാൻ കഴിയുകയുള്ളൂ. ഖുർആൻ സമൂഹത്തിലെ മനുഷ്യരോടാണ് സംസാരിച്ചത്. ഒരു